Krishna. ഇന്ന് നമ്മൾ eyelashes പറ്റി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. Eyelashes നമ്മുടെ കണ്ണ് കുറച്ചുകൂടെ ബിഗറും ബ്രൈറ്റർ ആക്കും. കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, ഓരോ ഡിഫറെൻറ്റ് ഒക്കേഷനു വേണ്ടി. സിമ്പിൾ ഡെയിലി വെയറിന് വേണ്ടി നമുക്ക് അത്ര ലെങ്തും കട്ടിയില്ലാത്ത ലാഷസ് സെലക്ട് ചെയ്യണം. പക്ഷെ പാർട്ടി വെയറിന് നമുക്ക് കുറച്ചുകൂടെ കട്ടിയും ലെങ്ത് ഉള്ളത് സെലക്ട് ചെയ്യണം. ഇന്ന് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ എങ്ങനെയാണ് ലാഷസ് കണ്ണിൽ സ്റ്റിക്ക് ചെയ്യുന്നതെന്ന്. ഇന്നത്തെ ഡെമോൺസ്ട്രേഷന് ഞാൻ ഈ ലാഷസ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ചില ഐലാഷസ് നമ്മൾ വാങ്ങുമ്പം അതിൻ്റെ കൂടെ ഒരു ഗ്ലൂ കാണും. പക്ഷെ ഞാൻ ഈ ഗ്ലൂ ഉപയോഗിക്കില്ല എന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിന് ഭേദം നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുന്ന ഗ്ലൂ ആണ് വാങ്ങേണ്ടത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതാണ്. ഇത് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഇത് ഫസ്റ്റ് വൺ, ഇത് വൈറ്റ് ആണ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പം, പക്ഷെ അത് ഡ്രൈ ആകുമ്പം ക്ലിയർ ആയിട്ട് ഡ്രൈ ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ഡാർക്ക് ആണ് കളറ്, ബ്ലാക്ക്. അത് ഡ്രൈ ആകുമ്പം ഡാർക്ക് ആയിട്ട് തന്നെ ഇരിക്കും. ഇത് ഐലൈനർ ഉപയോഗിക്കുമ്പോൾ ഈ ടൈപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഐലൈനർ ഉപയോഗിക്കാതെ വെറും ഐ ഷാഡോ ആണെങ്കിൽ ഈ ടൈപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും ബെസ്റ്റ്. ലാഷസ് വാങ്ങുമ്പോൾ ഈ അറ്റത്ത് ഇത്തിരി എക്സസ് കാണും. ട്വീസേഴ്സ് എടുത്തിട്ട് ഈ അറ്റം ട്വീസറിൻ്റെ അകത്ത് കയറ്റിയിട്ട് നമുക്കിത് വലിച്ച് ഊരാം ഇതിൽ നിന്ന്. ലാഷസിൽ നമ്മൾ ഗ്ലൂ പറ്റുന്ന മുമ്പേ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം ഈ സൈസ്, ഇത് കറക്റ്റ് സൈസ് ആണോന്ന്. അതറിയാൻ വേണ്ടി നമ്മൾ ട്വീസറിൽ ഇങ്ങനെ പിടിക്കണം ലാഷ് ഫൈബേഴ്സ്. എന്നിട്ട് ഇത് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കും. ഈ ബിറ്റ് ഇങ്ങനെ നീണ്ട് കിടക്കുന്നത് മീനിങ് ഇത് ഒരുപാട് ലോങ് ആണ്. അപ്പം നമുക്കിത് കുറച്ച് ട്രിം ചെയ്യണം. സെൻസിറ്റീവ് ഐസ് ഉള്ളവർ ഈ ലാഷസ് ഈ സൈഡിൽ നിന്ന് കുറച്ചുകൂടെ ഷോർട്ട് ആക്കണം. അതല്ലെങ്കിൽ എവിടെ തട്ടി ഇറിറ്റേഷൻ വരും. ഞാൻ നെയിൽ സിസേഴ്സ് ആണ് വയ്ക്കാൻ പോകുന്നത് ഇത് ട്രിം ചെയ്യാൻ. അറ്റം ഇത്തിരി ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്, ലൈക്ക് ദാറ്റ്. ഇനി ഒന്നുകൂടെ വെച്ച് നോക്കണം. ഇതിപ്പം കറക്റ്റ് സൈസാണ്. ലാഷസ് ഒട്ടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും സെൻറ്റർ ആണ് ആദ്യമേ ഒട്ടിക്കുന്നത്. അത് കഴിഞ്ഞാണ് സൈഡ് രണ്ടും സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കിനി ഗ്ലൂ ചെയ്യാം. നമ്മളെ ലാഷസ് ഒട്ടിക്കുന്നതിന് മുമ്പേ എപ്പോഴും നമ്മളെ നാച്ചുറൽ ലാഷസിൽ മസ്കാര ചെയ്യണം. അത് നാച്ചുറൽ ലാഷസും ഫോൾസ് ലാഷസും ഒരു ബ്ലെൻഡ് ആവാൻ വേണ്ടിയാണ്. ഒരിക്കലും മസ്കാര ഡയറക്റ്റ് ഐലാഷസ് ഫോൾസ് ഐലാഷിൽ ചെയ്യലും. അത് ബിക്കോസ് നമുക്ക് പിന്നെ ലാഷ് റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഗ്ലൂ എപ്പോഴും ഈ ബാൻഡിൽ മാത്രമേ ചെയ്യുള്ളൂ. തിൻ ലെയർ ആയിട്ട് ചെയ്യണം, അതല്ലെങ്കിൽ റിമൂവ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് കാണും. ഗ്ലൂ ചെയ്ത് കഴിഞ്ഞാൽ 10 seconds വെയിറ്റ് ചെയ്യണം ഗ്ലൂ ഡ്രൈ ആവാൻ. നമ്മൾ ലാഷസ് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുമ്പം ലാഷ് ഗ്ലൂ നമ്മൾ കൂടെ കൊണ്ടുപോകണം. ജസ്റ്റ് ഇൻ കേസ് അത് എവിടെയെങ്കിലും ഇളക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി. ലാഷസ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ലൂക്ക് വാം വെള്ളത്തിൽ അത് സോക്ക് ചെയ്യാൻ ഇടണം. അതെന്ന് പറഞ്ഞാൽ ആ ഗ്ലൂ ഇളകാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് തിരിച്ച് വന്ന ബോക്സിൽ തന്നെ തിരിച്ചു വെക്കണം. ഇതിൽ തന്നെ ഒട്ടിച്ച് പ്രസ് ചെയ്ത് ഇങ്ങനെ വെക്കണം. അപ്പം അതിൻ്റെ ഷേപ്പ് മാറാതെ ഇരിക്കും. അപ്പം നെക്സ്റ്റ് ടൈം അത് ഉപയോഗിക്കാം. നമ്മൾ ഇന്ന് ഡെമോൺസ്ട്രേഷന് ഉപയോഗിച്ച ലാഷസ് ഞാൻ ആക്ച്വലി നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് 2-3 പ്രാവശ്യം നമുക്ക് റീയൂസ് ചെയ്യാം. ലാഷസ് നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ കൂടുതൽ ടൈം നമുക്ക് റീയൂസ് ചെയ്യാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. To see more of my work, please follow me on my Instagram, krish.makeover. The link can be found in the description box. See you in the next video. Bye!